ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. ICC ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി 19 തീയതിയാണ് ആരംഭിക്കുക. മാർച്ച് 9 തീയതി വരെയാണ് ഈ ഒരു ടൂർണമെൻറ്റ് അരങ്ങേറുക. പാകിസ്ഥാനിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ന്യൂട്രൽ വെന്യൂ ആയിക്കൊണ്ട് UAE കൂടി ഇപ്പോൾ അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 8 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ICC ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ മടങ്ങിയെത്തുന്നത്. ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ന്യൂസ് 18ൻ്റെ ഒരു സാധ്യത സ്ക്വാഡ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. സഞ്ജു സാംസൺ ഒന്നും അതിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും റവ് സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പ്രസിദ്ധീകരിച്ചതിന് സമാനമായുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഒരു പ്രശ്നമാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ ബൂംറ ഉണ്ടാവില്ല, മറിച്ച് ICC ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വൈസ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് അദ്ദേഹത്തെയാണ് ഇന്ത്യ കണ്ടുവച്ചിട്ടുള്ളത്. ഇനി ബൂംറ മടങ്ങിയെത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ശുഭ്മാൻ ഗില്ലിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രധാനമായും റവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ശ്രീലങ്കക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഈ ഒരു വൈസ് ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിക്കാൻ ഗില്ലിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ തുടരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ബൂംറ ഇല്ലെങ്കിലുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ബൂംറ ഉണ്ടെങ്കിൽ തീർച്ചയായും വൈസ് ക്യാപ്റ്റൻ സ്ഥാനം അദ്ദേഹത്തിന് തന്നെയായിരിക്കും. ഏതായാലും റവ് സ്പോർട്സ് നൽകുന്ന ആ ഒരു പ്രോബബിൾ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. ബാറ്റർമാരായിക്കൊണ്ട് രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ എന്നിവരായിരിക്കും. വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് ആയിക്കൊണ്ട് ഋഷഭ് പന്തും KL രാഹുലുമായിരിക്കും. സഞ്ജുവിന് ഇവരുടെ ഒരു സാധ്യത സ്ക്വാഡിലും ഇടമില്ല. ഓൾറൗണ്ടർമാരായിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ എന്നിവരായിരിക്കും. ബൗളർമാരായിക്കൊണ്ട് ജസ്പ്രീത് ബുംറ, അദ്ദേഹമായിരിക്കും വൈസ് ക്യാപ്റ്റൻ. അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്താലാണ് അദ്ദേഹം ഉണ്ടാവുക. മുഹമ്മദ് ഷമി ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അപ്പോഴേക്കും ആ ഒരു ഫിറ്റ്നസ് വീണ്ടെടുക്കും, പൂർണ്ണ സജ്ജനാകും എന്നാണ് റിപ്പോർട്ടുകൾ. മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഇങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് ഉണ്ടാവുക എന്നാണ് റവ് സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുറത്തേക്ക് വന്ന ഒട്ടുമിക്ക സ്ക്വാഡുകളിലും മലയാളി താരമായ സഞ്ജു സാംസണ് ഇടമില്ലാതെ മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് ഒരൽപ്പം സങ്കടം നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും വരുന്ന 12 തീയതിയാണ് ഇന്ത്യ ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.